ലോ ഓഫ് അട്രാക്ഷൻ അതൊരു സ്കാമാണോ അതോ സയൻസാണോ? ഈ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർ മാനിഫെസ്റ്റേഷനിലൂടെയാണ് അവർ ഇത്രയും വെൽത്തും അല്ലെങ്കിൽ അവർ ഈ ഒരു എത്തിയെന്ന് പറയുന്നു. അത് സത്യമായിരിക്കുമോ? പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് മാത്രം നമുക്ക് ലൈഫിൽ ഇത്രയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ലോ ഓഫ് അട്രാക്ഷൻ റിച്ച് പീപ്പിൾ നമ്മളെ സ്കാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണോ അതോ? ഹായ്, എൻ്റെ പേര് റോസ്. ലോ ഓഫ് അട്രാക്ഷൻ, അപ്പം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്തത്, എങ്ങനെയാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തപ്പോൾ, അല്ലെ ഈ ഒരു തിയറിയോട് ഞാൻ ഇൻട്രൊഡ്യൂസ്ഡ് ആയപ്പോൾ എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, ഞാൻ എങ്ങനെയാണ് അത് ഡീൽ ചെയ്തത്, എനിക്ക് എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്തത് എൻ്റെ ലൈഫിൽ. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട കുറച്ച് ഫാക്ട്സ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് തെറ്റ് പറ്റി, എനിക്ക് അതങ്ങനെയല്ല ഞാൻ ചെയ്തതെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാനിവിടെ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷനോട് അല്ലെങ്കിൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു തിയറിയോട് ഞാൻ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത് 21 ഞാനൊരു ഫ്രഷ് ഗ്രാജുവേറ്റ് ഒക്കെ ആയിരിക്കുന്ന സമയത്താണ്. ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ആ സമയത്തൊക്കെ നമുക്കറിയാം, കോവിഡ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആവുന്നു. ഒരുപാട് പേര് യൂട്യൂബ് ചാനലും കാര്യങ്ങളും അങ്ങനെ എല്ലാം ചെയ്യുന്നു. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതൊരു മസ്റ്റ്, അല്ലെങ്കിൽ അതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമാണ് 2020, 21, ഈവൻ സ്റ്റിൽ. അപ്പം ആ ഒരു ടൈമിലായിരുന്നു ഞാൻ അങ്ങനെ സെൽഫ് ഇമ്പ്രൂവ് ആവണം, എനിക്ക് എന്നെ തന്നെ ഇമ്പ്രൂവ് ആക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്ക്സ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ മുന്നിലോട്ട് വന്നൊരു ബുക്കാണ് സീക്രട്ട് ബൈ റോണ്ട ബേൺ. അപ്പം റോണ്ട ബേണിൻ്റെ സീക്രട്ട് എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇറ്റ് ഈസ് എ ബുക്ക് അബൌട്ട് ലോ ഓഫ് അട്രാക്ഷൻ ഓർ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ. എങ്ങനെ നിങ്ങൾക്കൊരു കാര്യം അട്രാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാമെന്നാണ് ആ ബുക്കിൽ പറയുന്നത്. ബുക്ക് ഞാൻ ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തു. അപ്പോൾ റിസർച്ച് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇത് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് മറിയും, ഇത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. അതുപോലെയാണ് അത് ആൾക്കാർ അഡ്വർടൈസ് ചെയ്യുന്നത്. ഇത് ഒരു നേച്ചറിൻ്റെ അല്ലെ യൂണിവേഴ്സിൻ്റെ ഒരു സീക്രട്ട് കോഡാണ്. നമുക്കറിയാവുന്നവരും നമ്മൾ തന്നെ ഇഷ്ടപ്പെടുന്ന എത്രയോ സെലിബ്രിറ്റീസ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. ഇതിൽ നിന്നാണ് അവരുടെ ഇത്രയും വലിയ സക്സസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുത്തതുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും ഫാസിനേറ്റഡ് ആവും. അതുപോലെ തന്നെ ഞാൻ ആ ബുക്ക് വായിച്ചു. എനിക്ക് മനസ്സിലായി, കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി. ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ്. അതാണ് ആ ബുക്കിൻ്റെ ഒരു ഏറ്റവും ബേസിക്കായിട്ട് പറയുകയാണെങ്കിലുള്ളൊരു കൺസെപ്റ്റ്. അപ്പം അങ്ങനെ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മാനിഫെസ്റ്റേഷൻ്റെ ഫസ്റ്റ് എളുപ്പത്തിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം വെച്ചൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി. പിന്നെ ഞാനൊരു ബുക്ക് എടുത്ത് എഴുതണം എന്നാണല്ലോ ഈ ഒരു എഴുതണം, അല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം, ഇതിലെല്ലാം ഒന്ന് ചെയ്യണം. ഫസ്റ്റ് ആസ്ക് ചെയ്യണം. അപ്പം ഞാൻ ആസ്ക് എന്ന് വെച്ചാൽ ഇൻ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കിതുവരെ കിട്ടിയില്ല എന്നുള്ളതല്ല, കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് വേണ്ടതെല്ലാം എഴുതണം. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടതെല്ലാം പ്രസൻറ്റ് ടെൻസിൽ ഐ ആം, ഐ ഗോട്ട്, ഐ റിസീവ്ഡ് എന്നുള്ള രീതിയിൽ എനിക്ക് വേണ്ടതെല്ലാം ഞാൻ എഴുതി. അങ്ങനെ ആ ബുക്കൊക്കെ അടച്ചു വെച്ച് ഞാൻ ആക്ച്വലി പറഞ്ഞാൽ അത്ര ഒരു ആ ബുക്ക് എഴുതിക്കഴിഞ്ഞ് ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ആലോചിക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാനത് എഴുതി ഒരിടത്ത് മാറ്റി വെച്ചു. അങ്ങനെയായിരുന്നു. ഇത് 2021 നടക്കുന്നത്. അപ്പം 2021 ഞാനിത് എഴുതുന്നു, മാറ്റി വെക്കുന്നു. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ ലൈഫ് ഗോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തിയറി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം എനിക്ക് എന്ത് കാര്യം വേണമെങ്കിലും എനിക്ക് ഈ ഒരു രീതി ചിന്തിച്ചാൽ മതി. ഞാൻ ഐ ഷുഡ് ആസ്ക്, ഞാൻ ചോദിക്കണം, ഞാനതിൽ ബിലീവ് ചെയ്യണം, പിന്നെ എന്താ, യൂണിവേഴ്സ് എനിക്ക് കൊണ്ടുത്തരും. അപ്പം ഇത്രയുമാണ് അതിലുണ്ടാവുന്ന കാര്യങ്ങൾ. അപ്പം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക്, എത്രയോ കാര്യങ്ങൾ ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നു. അതിൽ ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, വർഷങ്ങൾ കഴിയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ ഐ റിസീവ്ഡ്, ഐ ഗോട്ട്, അല്ലെങ്കിൽ ഐ ആം എന്ന് പറഞ്ഞ് എഴുതിയ എത്രയോ കാര്യങ്ങൾ, അതൊന്നും നടന്നില്ല. അതേപടി അങ്ങനെ തന്നെ ബുക്കിലിരിക്കുന്നതല്ലാതെ ഒന്നും വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല.
ഞാൻ ഇറങ്ങി അത്രയും കഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിന് പോലും ഒരു റിസൾട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു ഈ ഒരു തിയറി എന്നെ വല്ലാണ്ട് സഫോക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയതുപോലെ എനിക്ക് തോന്നി. കാരണം ഇത് ഒരു പരിധി കഴിഞ്ഞപ്പം ഇതിൻ്റെ വേറൊരു വലിയ കാര്യമുണ്ട്. നമ്മൾ പറയാതെ പോയൊരു കാര്യം, പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പം നമുക്ക് ഒരു നെഗറ്റീവ് തോട്ട് പോലും വരാത്ത രീതിയിൽ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് മാത്രം നമ്മുടെ മനസ്സിൽ നിറച്ച് വെക്കുക. എന്നാൽ മാത്രമേ നമ്മളിലേക്ക് ഈ കാര്യം എത്തത്തുള്ളൂ. നമ്മളുടെ വൈബ്രേഷൻ മാച്ച് ചെയ്യണം എന്നാണ് അവർ പറയുക. അങ്ങനത്തെ ടേംസാണ് അവർ യൂസ് ചെയ്യുക. വൈബ്രേഷൻ, എനർജി, അങ്ങനത്തെ ടേംസാണ് അവർ യൂസ് ചെയ്യുക. അപ്പം നമ്മുടെ വൈബ്രേഷൻ മാച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് തിങ്കിങ്ങിനും അങ്ങനെയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ വരെ ഞാൻ തന്നെ എൻ്റെ ഡ്രീം ലൈഫിനെ ഇല്ലാതാക്കുവാണോ, എനിക്ക് വേണ്ടതിലേക്ക് ഞാൻ തന്നെ എന്നെ എത്തിക്കാതിരിക്കുവാണോ എന്നൊക്കെ വിചാരിച്ച് അപ്പം നെഗറ്റീവ് തോട്ട്സൊക്കെ വന്നാൽ അപ്പം തന്നെ ഞാൻ ക്യാൻസൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് വന്നാൽ ഞാൻ അതിൻ്റെ പേരിൽ സ്ട്രെസ്ഡ് ആവുന്ന ഒരു കാലമായിരുന്നത്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഒരു 1.5 years കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് അതിനെ നോക്കിയിരുന്നൊന്നുമില്ല. ഞാനത് എഴുതി, ഞാനത് മാറ്റി വെച്ചു. ഞാനത് കഴിഞ്ഞ് വേറെ കോഴ്സുകൾ ചെയ്യാൻ പോയി, വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോയി. പക്ഷേ എൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ബുക്കിൽ ഞാനിങ്ങനെ എഴുതി, അപ്പം ഞാൻ പോസിറ്റീവ് തിങ്കിങ്ങും കൂടെ ചെയ്താൽ എനിക്ക് ഉറപ്പായിട്ട് ഇത് വന്നു ചേരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഒരു 1.5 years ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരുമാതിരി ടോക്സിക് ആവുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡും എൻ്റെ ബോഡിയും എല്ലാം വളരെ വീക്കാവാൻ തുടങ്ങി. കാരണം ഒരു ചെറിയ നെഗറ്റീവ് തോട്ടിനെ പോലും ഞാൻ അപ്പം തന്നെ റീപ്ലേസ് വിത്ത് എ പോസിറ്റീവ് തോട്ട് എന്നുള്ളൊരു ചിന്താഗതിയിലോട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് ടയേർഡ്നെസ്സിൽ നിന്ന് ഞാനിത് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞാൻ ശരിക്കും ആ ടൈമിൽ ഞാൻ കുറച്ചുകൂടെ ഓൾഡറായി. അപ്പം ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ എനിക്ക് ഈ ബുക്കിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ബുക്കിൽ അല്ലെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള കാര്യത്തിനെ പറ്റി നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ആൾക്കാരൊന്നും പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് തോന്നി. അപ്പം നിങ്ങൾ ഇത് മുന്നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും കിട്ടുന്നില്ല, ഇത് ഒരു സ്കാമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു 2-3 കാര്യങ്ങൾ എനിക്കിവിടെ പറയാൻ ആഗ്രഹമുണ്ട്. അപ്പം അതും കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഇത് ഒരു സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു തിയറി കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ലോ ഓഫ് അട്രാക്ഷൻ മൊത്തത്തിലൊരു സ്കാമാണ് എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം എന്നുള്ളതും ഒക്കെ വളരെ ബേസിക് ആയിട്ടൊരു കാര്യമാണ്. അത് നമുക്കാരും പറഞ്ഞു പോലും തരേണ്ട ആവശ്യമില്ല. എപ്പോഴും നെഗറ്റീവായിട്ട് ഞാൻ കൊള്ളില്ല, ഞാൻ അങ്ങനെയാണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ ഒന്നും ചെയ്യില്ല. അയാൾക്ക് പറ്റില്ലെന്നല്ലേ തോന്നുന്നത്, പിന്നെ അയാളെങ്ങനെ ചെയ്യാം? അപ്പോൾ അങ്ങനെ അത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതിനപ്പുറം ഒരു കാര്യം നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കണം, ഒരു നെഗറ്റീവ് തോട്ട് വരെ നമ്മളെപ്പോഴും എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട് അത് കുറച്ച് ടോക്സിക് തന്നെയാണ്. അപ്പം നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനിലൊക്കെ ഇനി മുന്നോട്ടാണെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങണമെന്ന് അല്ലെങ്കിൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനും ഒരു ടോക്സിക് രീതിയിലേക്ക് നിങ്ങൾക്കത് കൊണ്ടുപോകാതിരിക്കാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബുക്കിലും അല്ലെങ്കിൽ ഈ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സ്, അവരൊക്കെ ഈവൻ ചിലപ്പോൾ അവരൊരു കോഴ്സായിരിക്കും സെല്ല് ചെയ്യാൻ നോക്കുന്നത് ഇതിലൂടെ, അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഇത് പ്രൊമോട്ട്, ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതൊരു യൂണിവേഴ്സൽ ലോ ആയിട്ട് നമുക്ക് സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് മിസ്മാച്ചസ് തോന്നും. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ടോക്സിക് ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ അത് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് തിങ്കിങ്ങിന് വേണ്ടി നമ്മളെ ഫോഴ്സ് ചെയ്യുകയും ആൻഡ് അത് നമ്മളൊരു ടോർച്ചർ എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഒരുപാടധികം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു യങ് ആയിരുന്ന ടൈമിൽ ഞാനിത് വായിക്കുന്നു. അപ്പം ടു ആൻ എക്സ്റ്റെൻറ്റ് ഭയങ്കര ഹോപ്പോടെ, ഭയങ്കര ഒരു പ്രതീക്ഷയോടെയാണ് നമ്മളത് വായിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞ് ഞാനത് ആക്കാൻ നോക്കുന്നു. ഞാൻ എൻ്റെ എൻ്റെ വിൽ പവറും എടുത്ത് എല്ലാ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് ആക്കുന്നു. അങ്ങനെ ചെയ്യുമ്പം ഇതൊരു ടോർച്ചറായിട്ടാണ് ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഓരോ നെഗറ്റീവ് തോട്ടും
ഓരോ നെഗറ്റീവ് തോട്ടും നമ്മൾ റിപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുമ്പം ആക്ച്വലി അവിടെ ഒരു ഇമോഷണൽ അവോയ്ഡൻസും കൂടെയാണ് വരുന്നത്. നമുക്ക് വരുന്ന ഓരോ ഇമോഷൻസും, നമ്മുടെ ശരീരത്തിൽ വരുന്ന ഓരോ ചേഞ്ചസും അത് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ഓരോ ഇമോഷൻസും വരുന്നതിന് ഓരോ റീസൺസ് ഉണ്ട്. അതിന് പിന്നിലൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ ഓരോ നെഗറ്റീവ് തോട്ടും നമ്മൾ ഒരു പോസിറ്റീവ് തോട്ടിനെ കൊണ്ട് റിപ്ലേസ് ചെയ്യാൻ നിന്നാൽ എങ്ങനെയാണ് ശരിയാവുക? ഫസ്റ്റ് എനിക്ക് ഈ ബുക്കിൻ്റെ പ്രശ്നമായിട്ട് തോന്നിയത് ഹൗ ഇറ്റ് ടോർച്ചേഴ്സ് us in the name of this നെഗറ്റീവ് തോട്ട്സ് ഓർ ലോവർ വൈബ്രേഷൻ ആൻഡ് ഓൾ. ഇപ്പം നമുക്കൊരു കാര്യം കിട്ടാതിരിക്കുവാണെങ്കിൽ, നമ്മളുടെ ഒരു ആഗ്രഹം നടക്കാതിരിക്കുവാണെങ്കിൽ, ഈ ബുക്ക് അനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ചാണെങ്കിൽ, അത് നമ്മുടെ തന്നെ തെറ്റാണ്. കാരണം നമ്മളുടെ ഫ്രീക്വൻസി കുറവാണ്, നമ്മളുടെ വൈബ്രേഷൻ കുറവാണ്, ലോവർ വൈബ്രേഷൻ ആയതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സാണ്. നമ്മളെല്ലാവരും ഒരേപോലെ വൃത്തിയായിട്ടുള്ള ഹ്യൂമൻ ബീങ്സാണ്. നമ്മൾ ഉണ്ടാക്കുന്ന അച്ചീവ്മെൻറ്റ്സോ ഒന്നുമില്ലാതെ തന്നെ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ വൃത്തിയാണ്, നമ്മൾ വൃത്തിട്ടാണ്. നമ്മുടെ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം അത് കഴിഞ്ഞ് വരുന്നതാണ്. ഓഫ് കോഴ്സ് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ യൂസ്ഫുള്ളായിരിക്കണം സൊസൈറ്റിക്ക്, അതെല്ലാം ഉണ്ട്. പക്ഷേ അതിന് മുന്നേ നമ്മൾ വൃത്തിയാണ്. നമ്മൾ ആരും ലോവറോ ഹയറോ ഒന്നുമല്ല. അപ്പം നമ്മളൊരു കാര്യം ആഗ്രഹിച്ച്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഡ്രീം ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാതിരിക്കുന്നതെന്നുള്ള ഒരു ഭയങ്കരമായ, നിങ്ങളെന്തോ ലോ വൈബ്രേഷനിലായതുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടാത്തതെന്നുള്ളൊരു ടോക്സിക് ചിന്താഗതി ഈ ഒരു തിയറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഒരു ഹാർംഫുള്ളായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും ആസ് ഇറ്റ് ഈസ് തന്നെ വർത്തിട്ടാണ്. നമ്മൾ ലോവറും അല്ല ഹയറും അല്ല. അപ്പം നമ്മൾ ഹയർ വൈബ്രേഷനിലോ ലോവർ വൈബ്രേഷനിലോ ഒന്നും ആയതുകൊണ്ടല്ല. ചില കാര്യങ്ങൾ നമ്മൾ ലൈഫിലേക്ക് വരേണ്ടത് ആ സമയമാകുമ്പോഴേ വരൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ എഫേർട്ട് കുറവായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ സമയം നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ടാവാം. പല റീസൺസ് ഉണ്ട്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ കുറവായതുകൊണ്ടാണ് നിങ്ങൾക്കിത് കിട്ടാത്തത് എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു റെസ്പോൺസിബിലിറ്റിയും ഭയങ്കരമായൊരു വെയിറ്റും നമുക്ക് തരുന്നുണ്ട്. ആൻഡ് ആ ഒരു ചിന്ത തന്നെ നമ്മളെ ഒരു ലോ വാല്യൂ പേഴ്സണായിട്ട് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ തോന്നാനും, ഈ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്നവർ ഹൈ വാല്യൂ ആണ്, അങ്ങനെ ഒരു ചിന്താഗതിയിലേക്കും കൊണ്ടുപോകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നെഗറ്റീവ് തോട്ട്സ്, ഓരോ നെഗറ്റീവ് തോട്ട്സും വരുമ്പോൾ ഒരു മെൻ്റൽ ടോർച്ചർ, അതിലൂടെ നമ്മൾ തന്നെ നമ്മളെ കടത്തിവിടും ഈ ഒരു തിയറി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. കാരണം ഈ ബുക്ക് അനുസരിച്ച് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരാൻ പാടില്ല. ഒരു മനുഷ്യനായിരിക്കെ നമുക്ക് ഉറപ്പായിട്ടും നെഗറ്റീവ് തോട്ട്സ് വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു തിയറി ആ ഒരു രീതിയിലൊരു ടോർച്ചറിലേക്ക് കൊണ്ടുപോകും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോഴേ കിട്ടൂ, ചില സമയങ്ങളിലേ കിട്ടൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, കഷ്ടപ്പെടുക, ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ അത് നിങ്ങളെ തന്നെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഓരോ നെഗറ്റീവ് തോട്ടും റീപ്ലേസ് ചെയ്യാനോ അതൊന്നും നമ്മളെക്കൊണ്ട് പറ്റില്ല. ആൻഡ് അത് ചെയ്യരുത്. കാരണം ഒരു എക്സാമ്പിളിന്, ഞാനൊരു ഫെയിലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ കൊള്ളില്ല എന്നെനിക്ക് തോന്നുന്നു. മേ ബി എനിക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടാത്തപ്പോഴായിരിക്കും എനിക്കത് തോന്നുന്നത്, ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം കിട്ടാത്തപ്പോഴായിരിക്കും എനിക്കത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്കതിലേക്ക് കൂടുതൽ ശ്രമിക്കുക, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയതെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് അത് ശരിയാക്കി അതൊരു ശരിയായുള്ള രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതല്ലാതെ ഞാനൊരിക്കലും തെറ്റില്ല, എനിക്കൊരിക്കലും തെറ്റ് പറ്റില്ല, ഞാൻ ഫെയിലിയറാണ്, ഞാൻ സക്സസ്ഫുൾ ആണെന്നൊരു തെറ്റായ രീതിയിലൊരു അഫർമേഷൻ കണ്ണാടി നോക്കി പറയുന്നതുകൊണ്ട് എന്താണ് ഗുണം? സോ കൂടുതൽ റിയലിസ്റ്റിക്കായി നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്യുക, നിങ്ങളെ തന്നെ കുറച്ചുകൂടി റിയലിസ്റ്റിക്കായിട്ട് അനലൈസ് ചെയ്യുക, റാദർ ദാൻ ജസ്റ്റ് റീപ്ലേസിങ് ദിസ് നെഗറ്റീവ് തോട്ട്സ് വിത്ത് പോസിറ്റീവ് തോട്ട്സ്. പിന്നെ ഈ ബുക്കിൻ്റെ അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ തിയറിയുടെ ഏറ്റവും വലിയൊരു സ്കാം അവിടെയാണ്. ആക്ച്വലി പറഞ്ഞാൽ ഈ തിയറി മൊത്തത്തിൽ ഒരു സ്കാമായിട്ട് നമുക്ക് തോന്നുന്നത്. ദർ ഇസ് നോ ആക്ഷൻ പ്ലാൻ ഓർ ആക്ഷൻ പാർട്ട് ഇൻ ദിസ് തിയറി. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ 3 സ്റ്റെപ്സാണ് മെയിനായിട്ട് പറയുക. ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ്. ദർ ഇസ് നോ ആക്ഷൻ പാർട്ട്. ഇൻഫാക്റ്റ് ആക്ഷൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മളത് വിശ്വസിച്ചിട്ടില്ല മൊത്തം എന്നുള്ളൊരു എനർജിയാണല്ലേ യൂണിവേഴ്സിലേക്ക് കൊടുക്കുക. ഇത് പറയുന്നതനുസരിച്ചാണെങ്കിൽ നമ്മൾ ചോദിക്കുക, നമുക്ക് കിട്ടി, നമ്മൾക്കിപ്പോൾ അതുണ്ട് എന്ന രീതിയിൽ നമ്മൾ ഇരിക്കുക, നമുക്കത് മനസ്സിൽ ആ ഒരു സന്തോഷത്തോടെ ആ ഒരു ഫീലിങ്ങോടെ നമ്മളിരിക്കുക. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സ് നമ്മൾ ആലോചിക്കുക പോലും ചെയ്യാത്തൊരു ടൈമിൽ അതുകൊണ്ട് തരും. അങ്ങനെയാണ് ആ ഒരു തിയറി വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഒരു കാര്യം കിട്ടി, എനിക്കിത് കിട്ടി എന്നുള്ളൊരു മനസ്സിലൊരു കാര്യമായിട്ട് അങ്ങനെ ഇരുന്നാൽ അതൊരു ഗ്രാറ്റിഫിക്കേഷനിലേക്കല്ല പോകുന്നത്. പിന്നെ അതിനുവേണ്ടി ആരെങ്കിലും കഷ്ടപ്പെടുമോ? ആൻഡ് ഈ പറഞ്ഞ പോലെ ആക്ഷൻ എടുക്കാൻ പറയുന്നില്ല, നിങ്ങൾ അതിലേക്കൊരു കാര്യം ചെയ്യണം എന്ന് പറയുന്നില്ല. നിങ്ങളൊരു റൈറ്റർ ആവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ
ഒരു ബുക്കെടുത്ത് എഴുതാൻ തുടങ്ങാൻ നിങ്ങളെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക? അപ്പോൾ ആക്ഷൻ പാർട്ട് മൊത്തത്തിൽ മിസ്സിംഗ് ആണ് ഈ ബുക്കിൽ. അപ്പം അതൊരു ഭയങ്കര സ്കാമാണ്. അത് നമ്മളെ അത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കുന്ന. ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾ ചോദിക്കുക, ബിലീവ് ചെയ്യുക, റിസീവ് ചെയ്യുക. അല്ലാതെ ഒരു റിയാലിറ്റി ഈ ബുക്ക് പറഞ്ഞു തരുന്നേ ഇല്ല. അതൊരു ഭയങ്കര സ്കാം പാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരൊന്നും പറയുന്ന പോലെയല്ല, നമ്മൾ അത്ര കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങുക, നമ്മളതിലേക്ക് കഷ്ടപ്പെടുക, കഷ്ടപ്പെടാനുള്ള മനസ്സ് കാണിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാം ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം അത് യൂസ് ചെയ്യുക. ഇതാണൊരു പാർട്ട്, ഇതാണ് ശരിയായിട്ടുള്ളൊരു പാർട്ട്. അല്ലാതെ ഒരിടത്തിരുന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടോ ജസ്റ്റ് സിറ്റ് ആൻഡ് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടോ ഒരിക്കലും നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ ആക്ഷൻ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക. എന്നാൽ നിങ്ങൾ ഒരിക്കൽ പോലും കിട്ടാതിരിക്കുമ്പോൾ ഡെസ്പറേറ്റ് ആവാതിരിക്കും. നിങ്ങൾക്ക് അതിൽ നല്ലതോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് തന്നെയോ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നത്. ചില കാര്യങ്ങൾ ചിലത് നിങ്ങൾക്ക് ചില ടൈമിൽ കിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ടൈം അല്ലായിരിക്കും അത്, പക്ഷെ നാളെ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ടൈം ഉണ്ടാവും. അത് എത്ര ചെറുതാണെങ്കിൽ പോലും നാളെ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൂത്ത്ഫുള്ളാണെങ്കിൽ, നിങ്ങൾ ശരിയായ രീതിയിലാണ് പോകുന്നതെങ്കിൽ നെഗറ്റീവ് തിങ്കിങ്ങിനെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയല്ല. നെഗറ്റീവ് തിങ്കിങ് വരുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് വരുന്നു, ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഒരു ഫേസിൽ അല്ലെങ്കിൽ മറ്റൊരു ഫേസിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ടൈം വരും. അപ്പം നിങ്ങൾക്ക് റൈറ്റ് ടൈം വിത്ത് റൈറ്റ് ഓപ്പർച്യൂണിറ്റി വിത്ത് റൈറ്റ് ടാലൻ്റാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ സക്സസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയിരിക്കും. എങ്കിലുമൊക്കെ നമ്മൾ വിചാരിക്കാത്തൊരു സമയത്ത് നമുക്ക് ഒരു കാര്യം കിട്ടിയിട്ടുമുണ്ട്. ചിലപ്പോൾ വിചാരിച്ച സമയത്ത് കിട്ടുമെന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും കിട്ടാതെ ഇരുന്നിട്ടുണ്ട്. ചിലപ്പോഴപ്പോൾ ഒക്കെ അത് അനുഗ്രഹമായിട്ടുണ്ട്, ചിലപ്പോൾ ഒക്കെ നമുക്ക് വിഷമം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഒരു വലിയൊരു തിയറി തന്നെയാണത്. അത് അക്സെപ്റ്റ് ചെയ്യുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഇത്രയൊക്കെയാണ് എനിക്ക് ലോ ഓഫ് മാനിഫെസ്റ്റേഷനെ പറ്റി പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.